വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നോക്കാം. ആറ്റം മോഡൽസ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഡി ബ്രോളീസ് റിലേഷൻ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, atomic orbitals and quantum numbers, Pauli's exclusion principle, Hund's rule of maximum multiplicity, Aufbau principle and electronic configuration of atoms. ഇത്രയും ടോപ്പിക്സ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തിയറി പാർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ പോലും ഓരോ ചെറിയ പോയിന്റ്സും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പാർട്ടാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇക്വേഷൻസ് ആയാലും നമുക്ക് കുറച്ച് ബൈഹാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ടോപ്പിക്സ് ആണ് ഈ മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അറ്റോമിക് തിയറി, ഡോൾട്ടൺസ് അറ്റോമിക് തിയറി എന്താണെന്ന് നോക്കാം. ആറ്റം എന്ന വാക്ക് ആദ്യമായിട്ട് ആ ആറ്റത്തിന് പേര് നൽകിയിരിക്കുന്നത് ആരാണ്? ഓസ്വാൾഡ് ആണ്, നമുക്കറിയാം. ഡോൾട്ടൺസ് അറ്റോമിക് തിയറി പ്രകാരം എന്താണ്? ആറ്റം എന്ന് പറയുന്നത് ഒരു ടൈനി ഇൻഡിവിസിബിൾ പാർട്ടിക്കിളാണ്. അതായത് ആറ്റത്തെ ഡിവൈഡ് ചെയ്യാനേ സാധിക്കത്തില്ലെന്നാണ് ഡോൾട്ടൺ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നടന്ന ഡിസ്കവറീസിൽ പറയുന്നുണ്ട് എന്താണ്? ഓരോ സബറ്റോമിക് പാർട്ടിക്കിൾസിനെയും ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. നമ്മൾ കോഡ് വൈസ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. എന്ത്? പെൻ, RTC. അതായത് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചതാണ് റുദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ ആൻഡ് ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. അത് നമുക്ക് കോഡ് വൈസ് ആയിട്ടൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ജെ തോംസൺ ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്തത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വഴിയാണ്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ട്യൂബാണ്. ആ ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഏതൊക്കെയോ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ ഇലക്ട്രോഡ്സ് ഒരു ഹൈ വോൾട്ടേജ് ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഇലക്ട്രോഡ്സ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷേ വോൾട്ടേജ് അപ്ലൈ ചെയ്ത സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇവിടെ നിറച്ചിരിക്കുന്ന ഗ്യാസിൽ ഏതൊക്കെയോ പാർട്ടിക്കിൾസ് ഇവിടെ നിന്നും ഇങ്ങോട്ട്, അതായത് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് ജെ തോംസൺ കണ്ടു. അത് നേരിട്ട് കാണാൻ സാധിക്കത്തില്ല. അതിന് അദ്ദേഹം ചെയ്തത് ഈ ഒരു ഭാഗത്ത് സിങ്ക് സൾഫൈഡിൻ്റെ ഒരു കോട്ടിങ് ഫില്ല് ചെയ്തു. അതായത് ഒരു ഫ്ലൂറസൻ കോട്ടിങ്. അങ്ങനെ നോക്കിയപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത സമയത്ത് എന്താണ്? ഇവിടെ നിന്ന് ഏതൊക്കെയോ പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് ഈ സൈഡിലേക്ക് കുറച്ച് സ്പാർക്കായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ആ പാർട്ടിക്കിൾ ഏതാണെന്നോ അതിൻ്റെ ചാർജ് എന്താണെന്നോ ആർക്ക് മനസ്സിലായില്ല? ജെ തോംസണിന് മനസ്സിലായില്ല. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഈ 2 സൈഡിൽ ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചു, ഇവിടെയും അതേപോലെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചു. അതൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത സമയത്ത് ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ് ആയിരുന്നു. ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ്. അപ്പോൾ ഇവിടെ കണ്ട കാര്യം എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് ഇവിടെ നിന്നും ഇങ്ങോട്ട്, അതായത് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് വരുന്ന റേസിൽ ചിലതൊക്കെ ഈ ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കാഥോഡിൽ നിന്നും മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഇവിടെ വന്ന്, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റൽ ഷീറ്റിനടുത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് അവിടെ ഏതൊക്കെ തമ്മിലായിരിക്കും അട്രാക്ഷൻ നടന്നിട്ടുണ്ടാവുക? ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന റേസ് എന്തായിരിക്കണം? ഇവിടുന്ന് വരുന്ന പാർട്ടിക്കിൾസ് എന്തായാൽ മാത്രമേ ഇവിടെ അട്രാക്ഷൻ നടക്കത്തുള്ളൂ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ പോസിറ്റീവ് ചാർജിനടുത്തേക്ക് ഇത് അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണ്? കാഥോഡിൽ നിന്നും വരുന്ന റേസ് ഇവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ ഷീറ്റ് വെച്ചപ്പോൾ എന്താ ചെയ്തു? ഇവിടെ നിന്നും ചാർജസ് ഈ ഒരു സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി
കാഥോഡിൽ നിന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഈ സൈഡിലേക്ക് മൂവ് ചെയ്തതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ തരം പാർട്ടിക്കിൾസിനെയാണ് അദ്ദേഹം ഇലക്ട്രോൺ എന്ന് പേര് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്താണ് കാഥോഡ് റേസ് എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, when sufficiently high voltage is applied across the electrodes, current starts flowing through a stream of particles moving in the tube from the negative electrode to the positive electrode. These were called cathode rays or cathode ray particles. അതായത് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് ആ ഗ്യാസ് ട്യൂബിലൂടെ കുറച്ച് പാർട്ടിക്കിൾസ് മൂവ് ചെയ്തു. എവിടെ നിന്നും എങ്ങോട്ട്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡായ കാഥോഡിൽ നിന്നും പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് മൂവ് ചെയ്തു. ആ റേസിനെയാണ് എന്തെന്ന് പറയുന്നത്? കാഥോഡ് റേസ് അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്സ് എന്താണെന്ന് നോക്കാം. ദ കാഥോഡ് റേസ് സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ദ ആനോഡ്. നമ്മളത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ കണ്ടതാണ്. എന്ത്? കാഥോഡ് റേസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക്. These rays themselves are not visible, but their behavior can be observed with the help of certain kind of materials. നമ്മൾ പറഞ്ഞു കാഥോഡ് റേയുടെ ആനോഡിന്റെ സൈഡിൽ എന്ത് കോട്ട് ചെയ്തിരുന്നു എന്ന്? സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിരുന്നു. ആ സിങ്ക് സൾഫൈഡിന്റെ കോട്ടിംഗ് ഉണ്ടായതുകൊണ്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. In the absence of electrical or magnetic field, these rays travel in straight lines. അത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. അതായത് ജെ തോംസൺ മെറ്റൽ ഷീറ്റ് വയ്ക്കുന്നതിന് മുന്നേ എന്തായിരുന്നു നടന്നത്? ഇവിടെ നിന്നും ഏതൊക്കെയോ പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്തതായിട്ട് കണ്ടു. അതായത് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ എന്താണ് നടന്നത്? ആബ്സെൻസ്, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ ഈ റേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ട്രാവൽ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇതിന് എങ്ങോട്ടൊരു ഡീവിയേഷൻ ഉണ്ടായി, ഒരു സൈഡിലേക്ക് ഡീവിയേഷൻ ഉണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് അതൊരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെന്ന്. In the presence of electrical or magnetic field, the behavior of cathode rays are similar to that expected from negatively charged particles. നമ്മൾ കണ്ടു ഒരു മെറ്റൽ ഷീറ്റ് വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു സൈഡിലേക്ക് ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്തതായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ കാഥോഡ് റേസ് എന്തായിട്ട് ആക്ട് ചെയ്തു? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ട് ആക്ട് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഈ കാഥോഡ് റേസിനെ നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺസ് എന്ന പേര് നൽകിയത്. The characteristics of cathode rays do not depend upon the material of electrodes and the nature of gas present in the cathode ray tube. നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ട്യൂബിൽ ഗ്യാസ് ഫില്ല് ചെയ്തിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന റേസ് ഈ ഡിസ്ചാർജ് ട്യൂബിൽ നിറച്ചിരിക്കുന്ന ഗ്യാസ് ഏതാണെന്നോ അതിൻ്റെ നേച്ചർ എന്താണെന്നോ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇലക്ട്രോഡ് ഏത് മെറ്റൽ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഏത് ആറ്റം അല്ലെങ്കിൽ ഏത് ഗ്യാസ് ആയാലും എന്താണ് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. സിമിലർ പ്രോപ്പർട്ടീസ് ആണ് ഏത് ഗ്യാസിൻ്റെ ആറ്റത്തിലായാലും. സോ അതാണ് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് do not depend upon the material of electrodes and the nature of gas present in the cathode ray tube. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിയെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോണിന് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അവയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇലക്ട്രോണിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ ഇ. ഡിസ്കവറർ ആരായിരുന്നു? ജെ തോംസൺ. ഇലക്ട്രോണിൻ്റെ അബ്സല്യൂട്ട് ചാർജ്, അതായത് -1.6 × 10⁻⁻19 കൂളമാണ് എന്ത്? ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇലക്ട്രോണിൻ്റെ റിലേറ്റീവ് ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം. നെക്സ്റ്റ് പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ഗോൾഡസ്റ്റീൻ എന്നുമുണ്ട്, റുദർഫോർഡ് എന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോട്ടോൺ എന്ന് പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ കണ്ടെത്തിയത് ഗോൾഡസ്റ്റീൻ ആണ്. പക്ഷെ അതിന് പേര് നൽകിയിരിക്കുന്ന ആരാണ്? റുദർഫോർഡ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് കോഡ് വെച്ചൊക്കെ എന്താണ്? PEN-RTC, അതായത് പ്രോട്ടോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് റുദർഫോർഡ്. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇത് രണ്ടും കൂടെ എന്തായാലും തരാൻ സാധ്യതയില്ല. റുദർഫോർഡ് ആണെന്നുണ്ടെങ്കിൽ റുദർഫോർഡ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ
പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണെന്നറിയാം. എത്രയാണ്? 1.6 × 10⁻⁻19 കൂളം ആണ് പ്രോട്ടോണിന്റെ ചാർജ്. പ്രോട്ടോണിന്റെ റിലേറ്റീവ് ചാർജ് +1. പ്രോട്ടോണിന്റെ മാസ് 1.672 × 10⁻27 കിലോഗ്രാം. അടുത്ത എന്താണ്? ന്യൂട്രോൺ. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ഇവിടെ നോക്കിക്കേ, ന്യൂട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്ന ആരാണ്? ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല, 0. ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? 1.674 അല്ലെങ്കിൽ 1.675 × 10⁻27 കിലോഗ്രാം ആണെന്ത്? ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അറ്റോമിക് നമ്പർ എന്താന്ന് നോക്കാം. ഇത് എക്സ് എന്ന് പറയുന്നൊരു എലമെന്റിനെ നമ്മൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അറ്റോമിക് നമ്പറും അതേപോലെ മാസ് നമ്പറും ഉപയോഗിച്ചാണ് ഒരു എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാം, എ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണോ അതോ മാസ് നമ്പർ ആണോ എന്ന്. അപ്പം ഇങ്ങനെ ഓർത്തിരിക്കുക, എ എന്ന് പറയുന്ന സിമ്പിൾ അറ്റോമിക് നമ്പർ അല്ല എന്ന് തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കാം. കാരണം ഇസഡിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കൺഫ്യൂഷൻ ആണ്, ഇസഡ് എവിടെയാണ്? ടോപ്പിലാണോ ബോട്ടമിലാണോ എഴുതുന്നതെന്നാണ് അടുത്ത കൺഫ്യൂഷൻ. ഓർത്തിരിക്കുക, ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എപ്പോഴും ടോപ്പിലാണ്, അറ്റോമിക് നമ്പർ ബോട്ടമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോഡായിട്ട് ഓർത്തിരിക്കുക, അറ്റോമിക് മാസ് അതായത് തലയിൽ എപ്പോഴും എന്താണ്? 3 ഹെഡ് വെയിറ്റ് ആയിട്ടിരിക്കുന്ന ആരാണ്? മാസ് ആണ്. അറ്റോമിക് മാസും അറ്റോമിക് നമ്പർ എവിടെയാണ്? താഴെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഓർത്തിരിക്കുക, അറ്റോമിക് മാസ് ആണ് വലിയ നമ്പറും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് നമ്പറും ആയിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തെ നമ്മൾ അല്ലെങ്കിൽ ഒരു എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പഠിച്ചു. എങ്ങനെയാണ്? എലമെന്റിന്റെ അറ്റോമിക് മാസ് മുകളിലും അറ്റോമിക് നമ്പർ താഴെ. ഇനി എന്താണ് അറ്റോമിക് നമ്പർ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനുള്ളിൽ ഉള്ള പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ് എന്ത്? ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണ് എന്ത്? അറ്റോമിക് നമ്പർ. അടുത്തത് മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്താന്ന് നോക്കാം. ഇറ്റ് ഇസ് എ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആറ്റം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സം ആണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റർ എ ആണ്. ദിസ് ഇസ് സം ഓഫ് പ്രോട്ടോൺസ് പ്ലസ് സം ഓഫ് ന്യൂട്രോൺസ്. അപ്പൊ നമുക്ക് പ്രോട്ടോണിന്റെ നമ്പറും മാസ് നമ്പറും തന്നാൽ ന്യൂട്രോണിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പോൾ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നേരത്തെ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ എന്താണ്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഒരു എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ അറ്റോമിക് നമ്പർ ഉപയോഗിച്ചും അതുപോലെ ആ എലമെൻറ്റിൻ്റെ മാസ് നമ്പർ ഉപയോഗിച്ചുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, അറ്റോമിക് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Z വെച്ചിട്ടാണ്, മാസ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടും. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകും എവിടെയാണ് മാസ് നമ്പർ അല്ലെങ്കിൽ എവിടെയാണ് അറ്റോമിക് നമ്പർ എന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, മാസ് നമ്പർ എപ്പോഴും എവിടെയായിരിക്കും? മാസ്, അതായത് ടോപ്പ് പൊസിഷൻ അല്ല, ഒരു എലമെൻറ്റിൻ്റെ ടോപ്പ് പൊസിഷനിലായിരിക്കും എപ്പോഴും എന്ത്? മാസ് നമ്പർ. അതേപോലെ ബോട്ടത്തിലായിരിക്കും എന്ത്? അറ്റോമിക് നമ്പർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കാം എന്താണ് അറ്റോമിക് നമ്പർ.
അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ. അല്ലെങ്കിൽ ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോൺസിൻ്റെ ടോട്ടൽ നമ്പറിനെയാണ് എന്തെന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കേ, അറ്റോമിക് നമ്പർ is the number of protons present in the nucleus or number of electrons present outside the nucleus. It is denoted by the symbol Z. Atomic number equal to nuclear charge or number of protons or it is the number of electrons. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് മാസ് നമ്പർ എന്താണെന്ന് നോക്കാം. മാസ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ട്. അപ്പോൾ എന്താണ് മാസ് എന്ന് പറയുന്നത്? ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എന്താണ് ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മാണ് എന്ത് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമുക്ക് ഒന്നിച്ച് എന്തെന്ന് പറയാം? ന്യൂക്ലിയോൺസ് എന്ന് പറയാം. നോക്കിക്കേ, മാസ് നമ്പർ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് protons and neutrons in an atom or it is the total number of nucleons in an atom. ഒരു ആറ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെയാണ് ഇതെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ ആർ കോൾഡ് ന്യൂക്ലിയോൺസ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എ. സോ മാസ് നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സമ്മാണ് ആരുടെയൊക്കെ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മാണ് എന്ത് മാസ് നമ്പർ. ഇനി ഇപ്പം നമുക്ക് ഒരു പ്രോബ്ലത്തിനകത്ത് മാസ് നമ്പർ എയും തന്നിട്ടുണ്ട്, ദെൻ അറ്റോമിക് നമ്പർ സെഡും തന്നിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ന്യൂട്രോൺസിൻ്റെ എണ്ണം? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു എ മൈനസ് സെഡ്. അതായത് ടോട്ടൽ മാസിൽ നിന്നും എന്തങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി? അറ്റോമിക് നമ്പർ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ആറ്റം മോഡൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആറ്റം മോഡൽ കൊണ്ടുവന്നത് ആരാണ്? ജെ തോംസൺ. നമുക്കറിയാം ഏറ്റവും സിംപ്ലർ ആയിട്ടുള്ള ആറ്റം മോഡലാണ് ആരുടെ? ജെ തോംസൺ പ്രൊപ്പോസ് ചെയ്ത ആറ്റം മോഡൽ. അപ്പോൾ ഫസ്റ്റ് ആറ്റം മോഡൽ എന്ന് പറയുന്നത് പ്രൊപ്പോസ് ചെയ്ത ആരുടെ മോഡലായിരുന്നു? തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിന് അദ്ദേഹം പേര് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? പ്ലം പുഡിംഗ് ഓർ റൈസിൻ പുഡിംഗ് ഓർ വാട്ടർമെലൺ മോഡൽ. അപ്പം എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഒരു വാട്ടർമെലണിനകത്തെ സീഡ്സ് നമുക്കറിയാം, കറുത്ത ആ സീഡ്സ് കിടക്കുന്നത് പോലെയാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ആര് കണ്ടെത്തിയത്? ജെ തോംസൺ ഡിസ്കവർ ചെയ്തത്. ഇവിടെ നോക്കിക്കേ, അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു മോഡൽ പ്രകാരം പറയുന്ന എന്താണ്? ആറ്റം ഹാസ് എ സ്ഫെറിക്കൽ ഷേപ്പ് ഇൻ വിച്ച് ദ പോസിറ്റീവ് ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ആ വാട്ടർമെലൻ്റെ ആ ഒരു ചുമന്ന പാർട്ട്, അതായത് പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. പിന്നെ പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദ സീഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ വാട്ടർമെലൺ. ആ വാട്ടർമെലണിനകത്തെ സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പോലെയാണ് എന്ത്? ഒരു ആറ്റത്തിൽ അതിൻ്റെ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, ദ മാസ് ഓഫ് ദ ആറ്റം ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ആറ്റം. തോംസൺ മോഡൽ പ്രകാരം എന്താണ്? ഒരു ആറ്റത്തിലെ മാസ് എപ്പോഴും യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആൻഡ് ഹെൻസ് ദ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ തോംസൺ മോഡലിലെ ഏറ്റവും പ്രധാനമായിട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും തുല്യമാണ്. അപ്പോൾ ചിലപ്പോൾ PSC ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ആൻ ആറ്റം അത് കണ്ടുപിടിച്ചത് ആരുടെ മോഡൽ പ്രകാരമായിരിക്കും? ആണ്. അപ്പോൾ എന്താണ്? ജെ തോംസൻ്റെ മോഡൽ പ്രകാരമാണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് കണ്ടെത്തിയത്. പിന്നീട് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വന്നപ്പോൾ ജെ തോംസൻ്റെ ആറ്റം മോഡലിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതായിട്ട് കാണപ്പെട്ടു. നെക്സ്റ്റ് നമുക്ക് റുദർഫോർഡ്സ് ആറ്റം മോഡൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ആറ്റം മോഡലാണ് എന്ത്? റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് ആറ്റം മോഡൽ പ്രൊപ്പോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേരൊക്കെ നമുക്കറിയാം, 9th സ്റ്റാൻഡേർഡ് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ത്? ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ
പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? അപ്പോൾ ആരാണ്? റുദർഫോർഡ്. നേരത്തെ പറഞ്ഞു JJ തോംസന്റെ മോഡൽ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നുള്ളത്. ഇനി നമുക്ക് റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം എന്താ നോക്കാം. റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റിന്റെ പേരെന്തായിരുന്നു? ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. നമുക്ക് അറിയാം എന്താണ്. റുദർഫോർഡ് എന്ത് ചെയ്തു? ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു. ആ ഫോയിൽ ഒരു ലെഡ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. ആ ലെഡ് പ്ലേറ്റിൽ ഒരു ചെറിയൊരു പോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും റേസ് ആൽഫ പാർട്ടിക്കിൾസ് എങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യത്തക്ക രീതിയിലായിരുന്നു? ഒരു ഗോൾഡ് ഫോയിലിലേക്ക് സ്ട്രൈക്ക് ചെയ്യത്തക്ക രീതിയിൽ ആൽഫ റേസിനെ കടത്തിവിട്ടു. എന്താണ് ആൽഫ റേസ്? അതായത് He2+ ആറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആൽഫ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആൽഫ റേസ്? ഏത് ചാർജാണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ ആൽഫ റേസ് എങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ ഒരു ഫ്ലൂറസെന്റ് കോട്ടിങ്, സിങ്ക് സൾഫൈഡിന്റെ കോട്ടിങ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നും അദ്ദേഹത്തിന് കുറച്ച് ഒബ്സർവേഷൻസ് കണ്ടെത്തി. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Most of the alpha particles pass through the gold foil without deviation. അതായത് ആൽഫ പാർട്ടിക്കിൾസ് ആ ഗോൾഡ് ഫോയിലിലേക്ക് ഡയറക്റ്റ് പാസ് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഗെറ്റ് ഡീവിയേറ്റഡ്. വളരെ ചെറിയ ഫ്രാക്ഷൻ മാത്രം എന്ത് ചെയ്തു? ഡീവിയേറ്റ് ചെയ്തു. എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക്. അതായത് ഏകദേശം ഒരു 1/20,000, അതായത് 20,000 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമൊക്കെയാണ് ഒന്ന് ബൗൺസ് ബാക്ക് ചെയ്തതായിട്ട് കാണപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ റുദർഫോർഡ് കണ്ടെത്തിയ കൺക്ലൂഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിതൗട്ട് എനി ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും കൂടാതെ എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലിലൂടെ ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ചെയ്തു. അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒബ്സർവേഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്തായിരുന്നു നോക്കാം. മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. അതായത് ഒരു ആറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും എംപ്റ്റി ആയതുകൊണ്ടാണ് എന്ത്? ആൽഫ പാർട്ടിക്കിൾസിന് ഒരു തടസ്സവും കൂടാതെ ഡയറക്റ്റ് ഗോൾഡ് ഫോയിലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിച്ചത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വെരി സ്മോൾ ഫ്രാക്ഷൻ ഡീവിയേറ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്, അതായത് He2+. ഈ പോസിറ്റീവ്ലി ചാർജായ ആൽഫ പാർട്ടിക്കിൾ ഒരു പോയിന്റിൽ മാത്രം എന്ത് ചെയ്യുന്നു? കുറച്ച് മാത്രം ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. ഇവിടെ നോക്കിക്കേ, എങ്ങനെ ഒരു ഡീവിയേഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം? ഏതോ രണ്ട് സെയിം ചാർജസ് അവിടെ ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഡീവിയേറ്റ് ചെയ്തത്. വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം സെയിം ചാർജ് അവിടെ കാണപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സെയിം ചാർജുള്ള ആ ഒരു മാസിനെയാണ് അദ്ദേഹം എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈഡിലേക്ക് വന്നപ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഡീവിയേഷൻ നടന്നു എന്ന് അദ്ദേഹം കണ്ടെത്തിയത്. പിന്നെന്ന് പറയുന്നത് എന്താണ്? വെരി സ്മോൾ ഫ്രാക്ഷൻ, അതായത് 1/20,000 എടുക്കുവാണ്, 20,000 പാർട്ടിക്കിൾസ് എടുക്കുവാണെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രം എന്ത് ചെയ്തു? കറക്റ്റ് ബൗൺസ് ബാക്ക് ചെയ്തു. അതായത് അദ്ദേഹം കണ്ടെത്തിയ ഒരു കൺക്ലൂഷൻ എന്തായിരുന്നു? ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്ത പാർട്ടിക്കിൾസ് ആയിരുന്നു എന്ത് ചെയ്ത്? തിരിച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ നോക്കിക്കേ, ബൗൺസ് ബാക്ക് ചെയ്തത് ഏത് പാർട്ടിക്കിൾസ് ആണ്? ന്യൂക്ലിയസുമായിട്ട് ഡയറക്റ്റ് കൊളൈഡ് ചെയ്ത പാർട്ടിക്കിൾസ് ആണ് ഡീവിയേറ്റ് ചെയ്ത് പോയത്. അപ്പം നമുക്ക് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽസിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. Rutherford proposed the nuclear model of atom or planetary model of atom. According to this model, the positive charge and most of the mass of the atom are concentrated in an extremely small region called nucleus. ഇപ്പോൾ നമ്മൾ നേരത്തെ കൺക്ലൂഷനിലും ഒബ്സർവേഷനിലും കണ്ടു, അതായത് ഒരു ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ എക്സ്ട്രീം സ്മോൾ ഒരു സ്ഥലത്താണ്. അതിനെ അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. Electrons are revolving around the nucleus with a very high speed in circular paths called orbit. ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇലക്ട്രോൺസ് എങ്ങനെയാണ് റിവോൾവ് ചെയ്തിരിക്കുന്നത്? സർക്കുലർ പാത്താണ്. ആ സർക്കുലർ പാത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഓർബിറ്റ് എന്ന്.
Electrons and the nucleus are held together by electrostatic forces of attraction. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊരു ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇതെന്ന് പറയുന്നത് സർക്കുലർ പാത്ത്. ഇലക്ട്രോൺസ് എവിടെയാണ് കാണപ്പെട്ടതെന്നാണ് പറഞ്ഞത്. ഇലക്ട്രോൺസ് എങ്ങനെ ഈ ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നു എന്നാണ് ആര് പറഞ്ഞത്? റുദർഫോർഡിന്റെ ആറ്റം മോഡൽ പ്രകാരം പറഞ്ഞത്. പിന്നെ പറഞ്ഞ എന്താണ്? ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണത്തില്ലേ? കാരണം ന്യൂക്ലിയസ് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ അവ തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇനി റുദർഫോർഡ് ആറ്റം മോഡൽ നമ്മൾ പറഞ്ഞു സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നു, ന്യൂക്ലിയസ് ഉണ്ടെന്നൊക്കെ കണ്ടെത്തി. എന്നാലും റുദർഫോർഡിന്റെ ആറ്റം മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. റുദർഫോർഡ്സ് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല? റുദർഫോർഡിന്റെ ആറ്റം മോഡലിന് സാധിച്ചില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ആർക്ക് സാധിച്ചില്ല? റുദർഫോർഡിന് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ 2 ആറ്റം മോഡൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ജെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റവും റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റവും. നമ്മൾ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഡ്രോബാക്സും നോക്കി. അതിനുശേഷം ഈ ലിമിറ്റേഷൻസ് ഒക്കെ പരിഹരിച്ചുകൊണ്ട് അടുത്തൊരു ആറ്റം മോഡൽ ആര് പ്രപ്പോസ് ചെയ്തു? നീൽസ് ബോർ പ്രപ്പോസ് ചെയ്തു. നീൽസ് ബോർ ഈ ഒരു ആറ്റം മോഡലിലേക്ക് എത്താനായിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ്, അതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ് അദ്ദേഹം ഈ ബോർ ആറ്റം മോഡലിലേക്ക് എത്തിയത്. അപ്പോൾ അതിന് മുൻപ് ഉണ്ടായിരുന്ന കുറച്ച് ഡിസ്കവറീസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്താണ്? വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് നേച്ചർ. അപ്പോൾ നോക്കേ, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ പറഞ്ഞ ഒരു തിയറി പ്രകാരമായിരുന്നു, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡും അറ്റ് എ ടൈം പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് ആര് പറഞ്ഞത്? മാക്സ്വെൽ സജസ്റ്റ് ചെയ്തത്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ സജസ്റ്റഡ് ദാറ്റ് വെൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ്സ് അണ്ടർ ആക്സിലറേഷൻ, alternating electrical and magnetic fields are produced and transmitted. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വേവ്സ് പോലെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് ആര് പറഞ്ഞത്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ പറഞ്ഞത്. These fields are transmitted in the forms of waves called electromagnetic waves or electromagnetic radiation. These are the radiations associated with electrical and magnetic field. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡുമായിട്ടും മാഗ്നറ്റിക് ഫീൽഡുമായിട്ടും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റേഡിയേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. The important characteristics of these radiations. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. The oscillating electrical and magnetic fields are perpendicular to each other and both are perpendicular to the direction of propagation of the wave. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഡയറക്ഷനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. The electromagnetic waves do not require a medium for propagation. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഒരു മീഡിയം വേണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണം, തന്നിരിക്കുന്നതിൽ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഏതെങ്കിലും മീഡിയം വേണോ ട്രാവൽ ചെയ്യാനായിട്ട്? വേണ്ട. അത് ഏതിലേക്കൂടെയും സഞ്ചരിക്കും? വാക്വത്തിലൂടെ സഞ്ചരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് there are many types of electromagnetic radiations. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ഇലക്ട്രിക് ഫീൽഡിലും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടൊരു മീഡിയം ആവശ്യമില്ല. The important electromagnetic radiations in the increasing order of wavelength are ഏതൊക്കെ റേഡിയേഷൻസ് ആണെന്ന് നോക്കാം. ഗാമ റേസ്,
എക്സ്റേ, UV rays, visible light, infrared, microwaves and radio waves. ഇവിടെ നോക്കിക്കേ, ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്നതിനകത്ത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഏറ്റവും കൂടിയത് ഏതാണ്? അപ്പോൾ ഇതിനകത്ത് റേഡിയോ വേവ്സ് ആണ്. തന്നിരിക്കുന്നതിനകത്ത് വേവ് ലെങ്ത് കൂടുതൽ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇങ്ങോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു? വേവ് ലെങ്ത്. വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ലെറ്റർ വെച്ചിട്ടാണ്, ലാംഡ. ലാംഡ എന്ത് ചെയ്യാണ്? കൂടുന്നു. അതുപോലെ തിരിച്ച് നോക്കുവാണെങ്കിൽ ഗാമ റേസിന് എന്തായിരിക്കും? വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും, പക്ഷെ അവർക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്. എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്ത് തന്നിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്ത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? അപ്പോൾ ഇവിടെ നോക്കിക്കേ, റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്തും, അതേപോലെ ഗാമ റേസിന് എന്താണ് കൂടുതൽ? ഫ്രീക്വൻസിയാണ് കൂടുതൽ. The electromagnetic radiations travel with a constant speed of 3 × 10⁸ meter per second through vacuum. ഇവിടെ നോക്കിയേ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഒക്കെ വെലോസിറ്റി എന്താണ്? ലൈറ്റിന്റെ വെലോസിറ്റി പോലെ തന്നെ എത്രയാണ്? 3 × 10⁸ meter per second ആണ്. അപ്പൊ നമുക്ക് നോക്കാം. റേഡിയോ വേവ്സ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, UV, എക്സ്റേ, ഗാമ റേ. ഇൻഫ്രാറെഡിന്റെയും UVയുടെയും ഇടയിലാണ് എന്ത്? വിസിബിൾ ലൈറ്റ്. ഇവിടെ നോക്കിക്കേ, ഗാമ റേസിന് നേരത്തെ പറഞ്ഞു എന്താണ്? ഷോർട്ട് വേവ് ലെങ്ത് ആണ്. അവയ്ക്ക് എന്ത് കൂടുതലാണ്? ഫ്രീക്വൻസി കൂടുതലാണ്. അതേപോലെ എനർജിയും കൂടുതലാണ്. ഇനി റേഡിയോ വേവ്സ് എന്താണ്? വേവ് ലെങ്ത് അവിടെ കൂടുതൽ ആർക്കാണ്? റേഡിയോ വേവ്സ് ആണ്. അവർക്ക് ഫ്രീക്വൻസി വളരെ കുറവാണ്, എനർജിയും കുറവാണ്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻ അറിയാം. എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഫ്രീക്വൻസി ആണ്. ഈ റിലേഷൻ ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? എനർജി കൂടുതലുള്ള ആൾക്ക് എന്തും കൂടുതലാണ്? റേഡിയേഷൻസിന് ഫ്രീക്വൻസി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, റേഡിയോ വേവ്സിന് അപ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഫ്രീക്വൻസി കുറവായിരിക്കും. ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഗാമ റേസിന്. ഇനി നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിന്റെ റേഞ്ച് ഓർത്തിരിക്കുക. 400 to 700 നാനോമീറ്റർ ആണ് എന്ത്? വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, വിസിബിൾ ലൈറ്റ് കളേഴ്സ് ഏതൊക്കെയാണ്? വിബ്ജിയോർ ആണെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കിക്കേ, വിബ്ജിയോർ. അപ്പൊ ഏതാണ്? റെഡ് കളർ ഏകദേശം എത്രയാണ്? 700 നാനോമീറ്റർ. അപ്പൊ വിബ്ജിയോറിൽ തന്നിരിക്കുന്ന വിസിബിൾ ലൈറ്റില് വേവ് ലെങ്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ? ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയത്, അല്ലെ? വേവ് ലെങ്ത് കൂടുതൽ ആർക്കാണ്? റെഡ് കളറിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്. അതേപോലെ വിബ്ജിയോറിന് വേവ് ലെങ്ത് കുറവ് ആർക്കാണ്? വയലറ്റിന്. ഇത് ഓർത്തിരിക്കുക. വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിന്റെ റേഞ്ച് ഏകദേശം 400 to 700 അല്ലെങ്കിൽ 750 നാനോമീറ്റർ. ഇവിടെ നോക്കിക്കേ, ഗാമ റേസ് എന്ന് പറയുന്നത് ഏകദേശം 10⁻⁻16, എക്സ്റേ 10⁻⁻10, പിന്നെ വരുന്നത് റേഡിയോ വേവ്സ് ഏകദേശം 10⁻8 to 10⁻². എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിന്റെ ഓർഡർ ഓർത്തിരിക്കുക. സം ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ നോക്കി ഫ്രീക്വൻസി, വേവ് ലെങ്ത്, വേവ് നമ്പർ, അതൊക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് പാസ് ത്രൂ എ ഗിവൺ പോയിന്റ് ഇൻ 1 second. ഒരു സെക്കൻഡിലൂടെ പാസ് ചെയ്യുന്ന വേവ്സിന്റെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. HZ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ്, 2 യൂണിറ്റ് ഉണ്ട്. ഹെർട്സും ആകാം, സെക്കൻഡ് ഇൻവേഴ്സും ആകാം എന്ത്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഒരു വേവിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു വേവിനെ. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അഡ്ജസെന്റ് ക്രസ്റ്റുകളുടെയോ അല്ലെങ്കിൽ അഡ്ജസെന്റ് ട്രഫുകളുടെയോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent crust or troughs. Its unit is meter or centimeter. Meter ആകാം, സെന്റിമീറ്റർ ആകാം. Commonly, the wavelength of electromagnetic radiations are expressed in nanometer or angstrom. ആങ്സ്ട്രത്തിൽ അല്ലെങ്കിൽ നാനോമീറ്ററിലാണ് വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 1 ആങ്സ്ട്രം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻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 ⁻
-10 മീറ്റർ ആണ്. അല്ലെങ്കിൽ 1 നാനോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്റർ ആണ്. Speed of light, it is a distance traveled by an electromagnetic radiation in 1 second. ഒരു സെക്കൻഡിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. വാല്യൂ എപ്പോഴും ഓർത്തിരിക്കുക. C is equal to 3 × 10⁻⁸ meter per second in vacuum. Frequency, speed of light and the wavelength are related to each other. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഓർത്തിരിക്കുക. പ്രോബ്ലംസ് കൂടുതൽ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? C is equal to ന്യൂ ലാംഡ. C എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡാണ്. ന്യൂ ഫ്രീക്വൻസി, ലാംഡ വേവ് ലെങ്ത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വേവ് നമ്പർ. ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കലിനെയാണ് എന്തെന്ന് പറയുന്നത്? വേവ് നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് വേവ് ലെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത്? വേവ് നമ്പർ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. വേവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂ ബാർ വെച്ചിട്ടാണ്. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ. വേവ് ലെങ്തിന്റെ റെസിപ്രോക്കൽ. ബട്ട് ഇറ്റ് ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. അടുത്തതെന്ന് പറഞ്ഞാൽ വേവ് നമ്പർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത്? വേവ് നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, വേവ് ലെങ്തിന്റെ റെസിപ്രോക്കലാണ് എന്ത്? വേവ് നമ്പർ. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ. യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ലാംഡ. വേവ് ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ആണെങ്കിൽ നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. 1/λ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ എന്താണ്? സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പം നമ്മൾ മാക്സ്വെല്ലിന്റെ സജഷൻ അനുസരിച്ച് ഒരു റേഡിയേഷന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് നേച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും? ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് എന്നൊക്കെ തുടങ്ങിയ ഫിനോമിനാസ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ വേവ് നേച്ചർ വെച്ചിട്ട് കുറച്ച് ഫിനോമിനൻസ് ആയ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, പിന്നെ ലൈൻ സ്പെക്ട്ര ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. An ideal body which emits and absorbs all frequencies of radiation is called a black body. എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബോഡിയെയാണ് എന്തെന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. A perfect black body is rare, but carbon black behaves nearly like a black body. ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് അത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നൊരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എമിറ്റഡ് or the intensity of radiation from a black body and its spectral distribution depends only on its temperature. അപ്പോൾ എന്താണ്? ഈ ബ്ലാക്ക് ബോഡി പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻസ് എന്തുമായിട്ട് ഡയറക്റ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ്? ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. At a given temperature, intensity of radiation emitted increases with increase in wavelength, reaches a maximum value and then decreases. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. The phenomenon of black body radiation was first explained by Max Planck. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. അദ്ദേഹത്തിൻ്റെ ക്വാണ്ടം തിയറി വെച്ചിട്ടാണ് എന്ത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന ആ ഒരു ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ തിയറി അനുസരിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് കുഡ് എമിറ്റ് or absorb energy not in a continuous manner but discontinuously in small packets of energy called quanta or photons. ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. അത് ഓരോ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് എമിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. ആ പാക്കറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ക്വാണ്ട അല്ലെങ്കിൽ ഫോട്ടോൺസ്. ഇപ്പോൾ റേഡിയേഷൻസ് ആയതുകൊണ്ട് ക്വാണ്ട എന്ന് പറയുന്നു. ഇനി ലൈറ്റ് റേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. എനർജി ഓഫ് എ ക്വാണ്ടം റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി. അതായത് ഒരു റേഡിയേഷൻ്റെ എനർജി എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു
ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. സോ E is equal to ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു, E is equal to h ന്. ആ എച്ചിനെ പറയുന്ന പേരാണ് എന്ത്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. So where h is known as Planck's constant, its value is 6.626 into 10 raised to minus 34 joule second. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ ഓർത്തിരിക്കുക, h is equal to 6.626 into 10 raised to minus 34 joule second. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് വാല്യൂ, അതോടൊപ്പം യൂണിറ്റ്. യൂണിറ്റ് എന്താണ്? ജൂൾ സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഫിനോമിനലിലേക്ക് പോവുകയാണ്. എന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നമ്മളിപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വേവ് നേച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് നോക്കാം. ഒരു മെറ്റൽ സർഫസിൽ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഒരു സർട്ടൺ ഫ്രീക്വൻസിയിലുള്ള ഒരു ലൈറ്റ് ഒരു മെറ്റൽ സർഫസിലേക്ക് വന്ന് വീഴുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഇസ് ദ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ബൈ സർട്ടൺ മെറ്റൽസ് വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ഓൺ ദം. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഒരു മെറ്റൽ സർഫസിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ അവിടെ ഇലക്ട്രോൺസ് എമിഷൻ നടന്നു. അത്തരത്തിലുള്ള ഫിനോമിനയാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രോൺസ്. എല്ലാ മെറ്റൽസിലും ഒന്നും ഈ ഒരു ഫിനോമിനൻ നടക്കത്തില്ല. നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. പൊട്ടാസ്യം, റുബീഡിയം, സീസിയം. അതായത് അയണൈസേഷൻ എനർജി കൂടുതലുള്ള മെറ്റൽസിനാണ് എന്ത്? ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദി ഫിനോമിനൻ വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ഹെൻറിച്ച് ഹെർട്സ്. ഹെർട്സ് ആണ് ആദ്യമായിട്ട് ഈ ഫിനോമിനൻ ഒബ്സർവ് ചെയ്തത്. പക്ഷേ ഈ ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തിയത് ഹെർട്സ് ആണെങ്കിലും അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഇത് ചിലപ്പോഴൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ മിക്കതിലും ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓർത്തിരിക്കുക. ദി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഒബ്സർവ്ഡ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസീസ് ഇൻസിഡൻറ്റ് ഓൺ ദ മെറ്റൽ സർഫസ്. അപ്പോൾ എന്താണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം? വരുന്ന ലൈറ്റിനൊരു സർട്ടൺ ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ നോക്കിയേ, ദി ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് as soon as the beam of light strike on the surface. There is no time lag between the striking of light and the ejection of electrons. അതായത് ഒരു ലൈറ്റ് റേ വന്ന് മെറ്റലിൻ്റെ സർഫസിൽ ഹിറ്റ് ചെയ്തു. ആ സമയം തന്നെയാണ് എന്ത് നടന്നത്? ഇലക്ട്രോണിൻ്റെ എമിഷൻ നടന്നത്. അവിടെ പ്രത്യേകിച്ച് ടൈം ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താണ് നടന്നത്? ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എമിറ്റ് ചെയ്തത് മാത്രമല്ല, ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എമിറ്റ് ചെയ്ത് മൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം, വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് റേക്ക് ഒരു എച്ച് ന്യൂ എനർജി ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോണിന് ഒരു എച്ച് ന്യൂ സീറോ എനർജി ഉണ്ടായിരുന്നിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് റേക്ക് ഒരു 100 കിലോ ജൂൾ ആയിരുന്നുവെങ്കിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാനായിട്ടൊരു 80 കിലോ ജൂൾ എനർജി യൂസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 100 കിലോ ജൂൾ ആയിരുന്നു വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ എമിഷനോ 80 കിലോ ജൂൾ. അപ്പോൾ അവിടെ എനർജി കൺസർവേഷൻ നടന്നോ? അപ്പോൾ ശ്രദ്ധിക്കുക, 100 കിലോ ജൂൾ ആയിരുന്നു ഇൻസിഡൻറ്റ് ലൈറ്റ് റേയുടെ എനർജി. എമിറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എനർജി 80 കിലോ ജൂൾ ആയിരുന്നു. റിമൈനിങ് 20 കിലോ ജൂൾ ഉണ്ടായിരുന്നു. അത്രയും എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 80 + 20 100 കിലോ ജൂൾ ആയില്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് റേക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരുന്നു.
അതേപോലെ ഇലക്ട്രോൺ എമിഷൻ നടന്നതിന് ശേഷം ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യാനായിട്ട് അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവുകയും ചെയ്തു. അടുത്തത് ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഒബ്സർവ്ഡ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഫിനോമിന എന്താണെന്ന് നമുക്ക് നോക്കി അതിനകത്തുള്ള റിസൾട്ട്സ് എന്താണെന്ന് നോക്കാം. ദി ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് ആസ് സൂൺ ആസ് ദ ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് ദ സർഫസ്. ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീം ആൻഡ് ദി ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ മെറ്റൽ സർഫസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. മെറ്റൽ സർഫസിലേക്ക് ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്ന ആ സമയത്ത് തന്നെയാണ് എന്ത്, ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്നും എക്സൈറ്റ് ചെയ്യുന്നത്. ആ എക്സൈറ്റേഷനിലും അതേപോലെ ഇൻസിഡൻറ്റ് ലൈറ്റ് റേയും തമ്മിൽ ടൈം ലാഗ് ഒന്നും തന്നെ ഇല്ലെന്നാണ് റിസൾട്ടിൽ പറയുന്നത്. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്താ, ഇജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. ഫോർ ഈച്ച് മെറ്റൽ ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് നോട്ട് ഒബ്സർവ്ഡ്. അപ്പോൾ ഓരോ മെറ്റലിനും എന്ത് കാണും എന്നാണ് പറഞ്ഞത്, ഒരു മിനിമം ഫ്രീക്വൻസി കാണും. ആ ഫ്രീക്വൻസി പറയുന്ന പേരാണ് എന്ത്, ത്രെഷോൾഡ് ഫ്രീക്വൻസി. റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, µ0. µ0 കൊണ്ടാണ് എന്ത്, ത്രെഷോൾഡ് ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. വന്ന് വീഴുന്ന ലൈറ്റ് റേസിൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്ത്, ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു hν എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് നേച്ചറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് പറയുന്നത്, ചില ഫിനോമിനാസ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് നേച്ചർ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്ത് എന്തൊക്കെയുണ്ട്, ബോത്ത് പാർട്ടിക്കിൾ ലൈക്ക് ക്യാരക്ടറും ഉണ്ട്, അതേപോലെ വേവ് ലൈക്ക് ക്യാരക്ടറും ഉണ്ട്. ഇങ്ങനെ പാർട്ടിക്കിൾ സ്വഭാവവും അതേപോലെ വേവ് സ്വഭാവവും കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. വെൻ റേഡിയേഷൻ ഇൻട്രാക്ട്സ് വിത്ത് മാറ്റർ ഇറ്റ് ഷോസ് പാർട്ടിക്കിൾ ലൈക്ക് നേച്ചർ. റേഡിയേഷൻ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിന് ഏത് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്, പാർട്ടിക്കിൾ ലൈക്ക് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം എന്താണ് അറ്റോമിക് സ്പെക്ട്രം എന്ന്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താ, ഒരു വൈറ്റ് ലൈറ്റിനെ നമ്മൾ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് സീരീസ് ഓഫ് കളേഴ്സ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. When a ray of white light is passed through a prism, we get a series of colored bands called a spectrum. അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, സ്പെക്ട്രം എന്ന് വിളിച്ചു. The spectrum is called continuous spectrum because violet merges into blue, then blue into green and so on. അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രത്തെ നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, വയലറ്റ് എന്ത് ചെയ്യുന്നു, ബ്ലൂയിലേക്ക് മെർജ് ചെയ്യുന്നു, ബ്ലൂ ഇതിലേക്ക് മെർജ് ചെയ്യുന്നു, ഗ്രീനിലേക്ക് മെർജ് ചെയ്യുന്നു. അതേപോലെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ലഭിക്കും, സ്പെക്ട്രം ലഭിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്, ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എനർജി എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അവരൊരു ഹയർ എനർജി ആയിട്ടുള്ള അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആറ്റംസ് മോളിക്യൂൾസ് ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് ആ എനർജി അബ്സോർബ് ചെയ്തതിന് ശേഷം ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എത്തിയ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഈ റേഡിയേഷൻസിനെ തിരിച്ച് എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏത് രൂപത്തിലാണ്, സ്പെക്ട്രത്തിൻ്റെ രൂപത്തിലാണ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്പെക്ട്രത്തെയാണ് എന്ത് സ്പെക്ട്രം എന്ന് പറയുന്നത്, അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്ര. The spectrum of radiation emitted by a substance that has absorbed energy is called emission spectrum.
അപ്പം certain റേഡിയേഷൻസിനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തതിന് ശേഷം എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രത്തെയാണ് എന്ത് സ്പെക്ട്രം എന്ന് പറയുന്നത്, എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് നോക്കാം അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണ്, അബ്സോർബ് ചെയ്തതിന് ശേഷം ആ ഒരു റീജിയൻ എന്തായിരിക്കും, മിസ്സിംഗ് ആയിരിക്കും. ആ മിസ്സിംഗ് വേവ് ലെങ്തിനെ നമുക്ക് ഡാർക്ക് സ്പേസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അത്തരത്തിലുള്ള എമിഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി ദ സ്റ്റഡി ഓഫ് എമിഷൻ ഓർ അബ്സോർപ്ഷൻ സ്പെക്ട്ര ഇസ് നോൺ ആസ് സ്പെക്ട്രോസ്കോപ്പി. The emission spectra of atoms in the gas phase do not forms a continuous spectrum. The excited atoms emit only at specific wavelength with dark spaces between them. Such spectra are called line spectra or atomic spectra. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് റേസ്, വൈറ്റ് ലൈറ്റ് റേസ് പോയപ്പോൾ നമുക്ക് സീരീസ് ഓഫ് ബാൻഡ് കിട്ടി. അവ എന്തെന്നായിരുന്നു പറഞ്ഞത്, കണ്ടിന്യൂസ് ആണെന്നാണ് പറഞ്ഞത്. അതായത് ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് ആദ്യം മേർജ് ചെയ്ത് ബ്ലൂയിലേക്ക് മാറുന്നു, ബ്ലൂ മേർജ് ചെയ്ത് ഗ്രീനിലേക്ക് മാറുന്നു. പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, അറ്റോമിക് സ്പെക്ട്ര അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല. അവ എന്താണ്, ദ എക്സൈറ്റഡ് ആറ്റംസ് എമിറ്റ് ലൈറ്റ് ഓൺലി അറ്റ് സ്പെസിഫിക് വേവ്ലെങ്ത് വിത്ത് ഡാർക്ക് സ്പേസ് ബിറ്റ്വീൻ ദം. അവ ഓരോ ലൈൻസ് ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്, അത് കണ്ടിന്യൂസ് ആയിട്ടല്ല കാണുന്നത്. അതുകൊണ്ടാണ് അവയെ ലൈൻ സ്പെക്ട്ര അല്ലെങ്കിൽ അറ്റോമിക് സ്പെക്ട്ര എന്ന് പറയുന്നത്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എളുപ്പമാണ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ എന്താണ് ലൈൻ സ്പെക്ട്രം നോക്കാം. വെൻ ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ഈസ് പാസ്ഡ് ത്രൂ ഗേഷ്യസ് ഹൈഡ്രജൻ H2 molecules dissolve. അപ്പോൾ നമ്മൾ അറ്റോമിക് സ്പെക്ട്രം എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂളിലൂടെ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഈ മോളിക്യൂൾ എക്സൈറ്റ് ചെയ്യുന്നു. എക്സൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ മോളിക്യൂൾസ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നു. എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏത് ഫോമിലാണ് എമിറ്റ് ചെയ്യുന്നത്, സ്പെക്ട്രത്തിൻ്റെ ഫോമിലാണ് എമിറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്പെക്ട്രം, അതായത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്ത് സ്പെക്ട്രത്തെ എമിറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ലൈൻ സ്പെക്ട്രമാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ കുറച്ച് സീരീസ് ഓഫ് ലൈൻസ് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കാണാൻ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ സീരീസിൻ്റെ പേര് പഠിച്ചു വെച്ചിരിക്കുക. അതേപോലെ ഈ സീരീസ് അല്ലെങ്കിൽ ഈ സ്പെക്ട്രൽ സീരീസ് കാണപ്പെടുന്ന റീജിയൻസ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. മിക്കപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ സീരീസ് തരും, അത് ഏത് റീജിയനിലാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ സ്പെക്ട്രം നോക്കാം. When an electric discharge is passed through gaseous hydrogen, the H2 molecules dissociate and the energetically excited hydrogen atoms produced emit electromagnetic radiation of discrete frequencies. അവ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നു. The hydrogen spectrum consists of several series of lines named after their discoverers. ലൈൻസ് കണ്ടെത്തിയ, ഡിസ്കവർ ചെയ്ത വ്യക്തികളുടെ പേരിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത്, ആ സീരീസ് ഓഫ് ലൈൻസിന് പേര് കൊടുത്തിരിക്കുന്നത്. ആ 5 സീരീസ് ഏതാന്ന് നോക്കാം. ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. LBP. ഈ കോഡ് ഓർത്തിരിക്കുക. എന്താണ്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ സീരീസ് ആണ്. ഏതൊക്കെ, ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ്. Among these, the Balmer series is the only series that can be visible. അപ്പോൾ എന്താണ്, ഈ ഓരോ സീരീസും ഏത് റീജിയനിലാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബാമർ സീരീസ് മാത്രമാണ് വിസിബിൾ റീജിയനിൽ കാണുന്നത്. Johannes Rydberg proposed an equation for finding the wave number of different lines in hydrogen spectrum. ഇനി ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഡിഫറെൻറ്റ് ലൈൻസിൻ്റെ വേവ് നമ്പർ കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഓർത്തിരിക്കുക. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ. വേവ് നമ്പർ ന്യൂ ബാർ ആണെന്ന് നമുക്കറിയാം. ഇസ് ഈക്വൽ ടു 1/λ എന്ന് പറയുന്നത് 109,677 × 1/n1² - 1/n2².
ഇക്വേഷൻ ഒന്നുകൂടെ നോക്കാം. ന്യൂ ബാർ വേവ് ലെങ്ത് കാണുന്ന ഇക്വേഷൻ എന്താണ്? സോറി, വേവ് നമ്പർ കാണുന്നത് 1/λ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 109 677 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. n1 എന്ന് പറയുന്നത്, n1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3 എക്സെട്ര ആൻഡ് n2ൻ്റെ വാല്യൂ 2, 3, 4 എക്സെട്ര. The different spectral lines, their spectral region and their n1 and n2 values. നമ്മൾ നേരത്തെ നോക്കി ഏതൊക്കെയാണ് സീരീസ്? L, BP, BP, Lyman, Balmer, Passion, Brackett and Fun series. ഓക്കെ, Lyman series ഏത് റീജിയനിലാണ് കാണുന്നത്? അൾട്രാ വയലറ്റ് UV റീജിയൻ. അതിൻ്റെ n1 വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വ്യക്തമാവുന്നതാണ്. അപ്പോൾ n1 എന്ന് പറയുന്നത് 1 ആണ്, n2 എന്ന് പറയുന്നത് 2 മുതൽ അങ്ങോട്ട്. ഇനി ബാമർ സീരീസ് കാണുന്നത് വിസിബിൾ റീജിയൻ ആൻഡ് ഇറ്റ്സ് n1 വാല്യൂ ഇസ് 2 ആൻഡ് n2 വാല്യൂസ് റേഞ്ചസ് ഫ്രം 3, 4, 5 എക്സെട്ര. പാഷൻ സീരീസ് ഇൻഫ്രാറെഡ് സീരീസ് ആണ്. ബ്രാക്കറ്റ് സീരീസ് ഇൻഫ്രാറെഡ്, ഫൺ സീരീസ് ഇൻഫ്രാറെഡ്. അപ്പോൾ നമ്മൾക്ക് ഓർത്തിരിക്കേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? ലൈമാൻ സീരീസും ബാമർ സീരീസും മാത്രം നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുള്ളൂ. ബാക്കി 3 സീരീസും ഇൻഫ്രാറെഡ് റീജിയനിലാണ്. പക്ഷേ നമുക്ക് ബാമർ സീരീസ് എപ്പോഴും വിസിബിൾ റീജിയനിലാണ് കാണുന്നത്. എക്സാംസിന് വരുന്നൊരു ചോദ്യങ്ങളിൽ ഒന്നാണ് എന്ത്? ബാമർ സീരീസിൽ ഏത് റീജിയനാണ് കാണുന്നത് എന്നുള്ളത്. പിന്നുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ 3 റീജിയൻസിൽ നമുക്ക് എടുത്ത് പഠിക്കേണ്ടത് നിയർ ഇൻഫ്രാറെഡ്, മിഡിൽ ഇൻഫ്രാറെഡ് ആൻഡ് ഫാർ ഇൻഫ്രാറെഡ്. അതായത് പാഷൻ, ബ്രാക്കറ്റ്, ഫൺ. പാഷൻ എന്ന് പറയുന്നത് ഏത് സീരീസിലാണ്? നിയർ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. ബ്രാക്കറ്റ് മിഡിൽ ഇൻഫ്രാറെഡ് ആൻഡ് ഫൺ സീരീസ് ഫാർ ഇൻഫ്രാറെഡ് സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് നോക്കി. നമ്മൾ ആറ്റം മോഡൽ പറഞ്ഞു വന്നപ്പോഴാണ് ഈ ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ആറ്റം മോഡൽ എന്ന് പറയുന്നത് JJ തോംസണിൻ്റെ ആയിരുന്നു. പിന്നീട് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം കണ്ടു. അതിനുശേഷം നമ്മൾ ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് ഒക്കെ നോക്കി. പിന്നീട് റുദർഫോർഡിൻ്റെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്തൊരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത് നീൽസ് ബോർ ആണ്. അപ്പോൾ നീൽസ് ബോർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് നമ്മൾ നോക്കാം. The general features of the structure of hydrogen atom and its spectrum were first discovered by Niels Bohr. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രവും അതേപോലെ ആറ്റം മോഡലും പ്രപ്പോസ് ചെയ്തത് ആരാണ്? ആറ്റത്തിൻ്റെ സ്ട്രക്ചറും പ്രപ്പോസ് ചെയ്തത് നീൽസ് ബോർ ആണ്. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഒരു സർക്കുലാർ അല്ലെങ്കിൽ ഫിക്സഡ് പാത്തിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺസിന് എന്താണ്? ഫിക്സഡ് റേഡിയസുമാണ്, അതേപോലെ ഫിക്സ്ഡ് എനർജിയാണ്. ആ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ എനർജി ലെവൽസിന് ഓരോന്നിനും നമ്പേഴ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. 1, 2, 3 എക്സെട്ര. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ ഷെൽസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. KL, MN ഷെൽസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. സമയം മാറുന്നതിന് അനുസരിച്ച് ഇലക്ട്രോണിൻ്റെ എനർജിക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ എനർജിയെ അബ്സോർബ് ചെയ്യുവാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിൽ നിന്നും അകലേക്ക് അത് മൂവ് ചെയ്യുന്നു. ഇനി ഒരു ഇലക്ട്രോൺ എനർജിയെ റിലീസ് ചെയ്യുവാണെങ്കിൽ അത് എങ്ങോട്ട് വരുന്നു? ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ദാറ്റ് ഇസ് വെൻ ആൻ ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് എനർജി അബ്സോർബ് ചെയ്തതിന് ശേഷം അത് ഹയർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ വെൻ ഇറ്റ് ലൂസസ് എനർജി ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. എനർജി എമിറ്റ് ചെയ്തുകൊണ്ട് അത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ന്യൂക്ലിയസിനടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ലോവർ എനർജി ലെവലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓർത്തിരിക്കുക ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. ദാറ്റ് ഈസ്
Rn is equal to A0 n square. Rn is equal to A0 n square. Then A0 value നമുക്ക് അറിഞ്ഞിരിക്കണം. A0 is equal to 52.9 picometer. Thus, the radius of the first stationary state is 52.9 picometer, called the Bohr radius. അതായത് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ്, അതായത് n is equal to 1 ആകുമ്പോൾ ഉള്ള റേഡിയസ് എത്രയായിരിക്കും അന്നേരം? R1 is equal to A0 ആയിരിക്കത്തില്ലേ? അതായത് n സ്ക്വയർ ആവും, 1 സ്ക്വയർ ആകും. അപ്പോൾ റേഡിയസ് എന്തായിട്ട് മാറും? A0 ആകും. A0യുടെ വാല്യൂ എത്രയാണ്? 52.9. ആ 52.9 പറയുന്ന പേരാണ് എന്ത്? ബോർ റേഡിയസ് എന്ന്. ഓക്കെ. ആസ് n increases the value of r also increases. അതായത് എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് A0 n സ്ക്വയർ ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആറിൻ്റെ വാല്യൂ, റേഡിയസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടേയിരിക്കും. The energy of electron in an orbit is given by the expression En is equal to minus RH into 1 by n square. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ഓർത്തിരിക്കുക. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ Rn is equal to A0 n square. A0യുടെ വാല്യൂ 52.9. അതുപോലെ ഇവിടെ അടുത്ത എന്താണ്? ഒരു ഓർബിറ്റിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ En is equal to minus RH into 1 by n square. RH എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ ഇസ് 2.18 into 10 raised to minus 18 joule. The energy of the lowest state is given by, അപ്പോൾ നോക്കിക്കേ, ഈ n എന്ന് പറയുന്നത് മൈനസ് RH ഇൻറ്റു 1 by n സ്ക്വയർ ആണെങ്കിൽ ലോവസ്റ്റ് എനർജി ലെവലിൻ്റെ എനർജി എത്രയാണെന്ന് നോക്കാം. ലോവസ്റ്റ് എനർജി ആകുമ്പം എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയെങ്കിൽ എനർജി എന്തായിരിക്കും? En എന്ന് പറയുന്നത് എന്താണ്? മൈനസ് RH ആകത്തില്ലേ? അപ്പോൾ റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 2.18 into 10 raised to minus 18 joule. So, the energy of the lowest state is given by E1 is equal to 2.18 into 10 raised to minus 18 joule. As the value of n increases, energy of the electron also increases. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എന്നിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു. The frequency of radiation absorbed or emitted when transition occurs between two stationary states that differ in energy by delta E. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ഇക്വേഷൻ ആണ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്നുള്ളത്. സോ നമുക്ക് ഫ്രീക്വൻസിയെ എങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാം? ചേഞ്ച് ഇൻ എനർജി എന്ന് റിപ്രസെൻ്റ് ചെയ്യാം. അതായത് ഡെൽറ്റ ഇ ബൈ എച്ച്. ഇതെങ്ങനെ വന്നു? അപ്പോൾ രണ്ട് സ്റ്റേഷനറി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. E1 എന്ന് പറയുന്നത് ഒരു എനർജി ലെവൽ, E2 എന്ന് പറയുന്നത് അടുത്തൊരു എനർജി ലെവൽ. ദെൻ അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയായിരിക്കും? ഡെൽറ്റ ഇ ആയിരിക്കും. അതെങ്ങനെ നമുക്ക് കാണാം? നമുക്കറിയാം E ഈസ് ഈക്വൽ ടു എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഫ്രീക്വൻസിയാണ്. സോ ഡെൽറ്റ ഇയും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒക്കെ നമുക്ക് മാറ്റാൻ അറിയാം. ദാറ്റ് ഇസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് നമുക്കറിയാം. സോ ഇവിടെ ഇപ്പോൾ E1 എന്ന് പറയുന്നത് ഏത് എനർജി ലെവലാ? ലോവസ്റ്റ് എനർജി ലെവലാണ്. അതുപോലെ E2 എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് എനർജി ലെവലാണ്. സോ അവരുടെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് എനർജി ലെവലിൻ്റെ എനർജി മൈനസ് എന്താണ്? ലോവസ്റ്റ് എനർജി ലെവലിൻ്റെ എനർജി. അതാണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. സോ ഡെൽറ്റ ഇ ദറ്റ് ഇസ് E2 മൈനസ് E1 എന്ന് പറയുന്നത് എന്താണ്? എച്ച് ന്യൂ ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് വെൻ ട്രാൻസിഷൻ ഒക്കെ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. രണ്ട് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് തമ്മിലുള്ള ട്രാൻസിഷൻ, അതിപ്പോൾ അബ്സോർപ്ഷൻ ആയാലും എമിഷൻ ആയാലും അവരുടെ എനർജി ഡിഫറൻസ് തരുന്നൊരു ഇക്വേഷനാണ് എന്ത്? ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്, ദാറ്റ് ഇസ് E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ എച്ച്. ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇസ് ക്വാണ്ടൈസ്ഡ്. ആംഗുലർ മൊമെൻറ്റം എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓർത്തിരിക്കുക, h/2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. The angular momentum of an electron is quantized. It is the integral multiple of h/2π. ഇനി നമുക്ക് ലീനിയർ മൊമെൻറ്റം അറിയാം. എന്താണ് മൊമെൻറ്റം? P ഈക്വൽ ടു m ഇൻറ്റു v ആണ്.
ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ P is equal to m into v. അപ്പോൾ ആംഗുലർ മൊമെന്റം കാണാനുള്ള ഒരു ഇക്വേഷൻ എങ്ങനെ വരാം? ആംഗുലർ മൊമെന്റം എന്താണ്? അതിന്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? സർക്കുലർ. അതായത് ആംഗുലർ മൊമെന്റം ആകുമ്പോൾ സർക്കുലർ ആണ്. സോ നമ്മൾക്ക് റേഡിയസും കൂടെ ആ ഇക്വേഷനിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഇസ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് mvr ആണ്. ഓക്കെ, എം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ മാസ് ആണ്. സോ നമുക്ക് ഈ ആംഗുലർ മൊമെന്റത്തെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് ഇസ് MEVR is equal to NH/2π. ഓർത്തിരിക്കുക. Where m is the mass of electron, v is the velocity of electron, r is the radius of Bohr orbit, and n ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3 etc. ഇനി ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസ്. Bohr atom model could explain the stability and line spectra of hydrogen atom and hydrogen like ions. അതായത് ബോറിന് എന്ത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചുള്ളൂ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് അയോൺസിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ഹൈഡ്രജൻ ലൈക്ക് അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? He+, ഹീലിയം. ഹീലിയം എന്താണ്? ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ എന്തായിട്ട് മാറും? He+ ആയിട്ട് മാറുന്നു. അത് എന്തുപോലെ ആക്ട് ചെയ്യുന്നു? ഹൈഡ്രജൻ പോലെ ആക്ട് ചെയ്യുന്നു. അതേപോലെ ലിഥിയം. ലിഥിയം അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. ലിഥിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയാൽ ബാക്കി എന്താണ്? Li2+. അത് എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റം പോലെ ആക്ട് ചെയ്യത്തില്ലേ? അതേപോലെ Be3+. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ബോർ ആറ്റം മോഡലിന് ഹൈഡ്രജൻ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് അയോൺസിന്റെ ആറ്റം മോഡൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അതുപോലൊരു ലിമിറ്റേഷനാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫൈൻ സ്പെക്ട്രം ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല? ബോർ ആറ്റം മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നൊരു പോയിന്റ് ആണ്. ബോർ ആറ്റം മോഡലിന്റെ ലിമിറ്റേഷനകത്ത് വരുന്നൊരു കാര്യം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലെയോ മാഗ്നറ്റിക് ഫീൽഡിലെയോ സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല? ബോർ ആറ്റം മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ സ്പെക്ട്രൽ ലൈനിൻ്റെ സ്പ്ലിറ്റിങ്ങിനെ പറയുന്ന പേരാണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിലെ സ്പെക്ട്രൽ ലൈനിൻ്റെ സ്പ്ലിറ്റിങ്ങിനെ പറയുന്ന പേരാണ് സീമാൻ ഇഫക്റ്റ്. ഓർത്തിരിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇലക്ട്രിക് ഫീൽഡ് ലൈനിനകത്ത് സ്പെക്ട്രൽ ലൈനിൻ്റെ സ്പ്ലിറ്റിംഗ് അതിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റാർക്ക് ഇഫക്റ്റ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ സ്പെക്ട്രൽ ലൈനിൻ്റെ സ്പ്ലിറ്റിങ്ങിനെയാണ് സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത്. It could not explain the ability of atoms to form molecules by chemical bonds. Chemical bond ഉപയോഗിച്ച് മോളിക്യൂൾസ് ഫോം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി, ആറ്റത്തിൻ്റെ എബിലിറ്റിയെ കുറിച്ച് ആര് എക്സ്പ്ലെയിൻ ചെയ്തില്ല? ബോർ ആറ്റം മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതുപോലെ മാറ്ററിൻ്റെ വേവ് ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ചോ ഒന്നും ആര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല? ബോർ ആറ്റം മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇത്രയാണ് എന്ത്? ബോർ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻ. ഓക്കെ.